ഹലോ, എൻ്റെ കയ്യിൽ 2-3 പേര് മുളക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നമുക്കിവിടെ കാപ്പി, ദോശയോ ഇഡ്ഡലി ആകുമ്പോൾ മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് താമസിച്ച് പോയത്. പിന്നെ ദോശ, ഇഡ്ഡലി, ചമ്മന്തിയൊക്കെ കാലും നല്ല ഏറ്റവും എളുപ്പമുള്ളൊരു കറിയും കൂടെയാണ് മുളക് കറി. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ഏറ്റവും ബെസ്റ്റ് ചെറിയ ഉള്ളിയാണ്. ഞാനിന്ന് ചെറിയ ഉള്ളി ഉരിക്കാനുള്ള മടി കൊണ്ട് ഒരു വലിയ സൈസ് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിനാവശ്യമായ മുളക് പൊടി കൂടിപ്പോയാൽ എരിയായിപ്പോവും. അപ്പം നമുക്കൊരു കണക്കുണ്ട്. എനിക്കിതിനൊന്ന് അളവ് പറഞ്ഞു തരാൻ അറിയത്തില്ല, കൈ കണക്കാണ് എനിക്കില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ജസ്റ്റ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ അരച്ച് വെച്ചേക്കുന്ന അതുകൂടെ കുറച്ച് നേരം എണ്ണയിലിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണ രീതിയിൽ വേണ്ടിയിട്ടും ചെറുതായിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയിട്ടുള്ള ആ ഉള്ളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത് ചേർക്കുക. എന്നിട്ട് കുറച്ച് കായം, ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കുന്ന കറിയുടെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഈ കറി ഉണ്ടാക്കുമ്പോൾ കട്ടിയാക്കി ഉണ്ടാക്കരുത്, ഒരല്പം ലൂസായിട്ട് ഉണ്ടാക്കണം. കാരണം ഇഡ്ഡലിയും ദോശയൊക്കെ നമ്മൾ എടുക്കുന്ന അനുസരിച്ച് കറി ആവശ്യമാണ്. നല്ല ടേസ്റ്റാണ്, നമ്മൾ അറിയാം. ഈ കറി ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ ഇഡ്ഡലി ആയാലും ദോശയായാലും നല്ല പഞ്ഞി പോലെയാവും. ഇത് ഇങ്ങനെ കുടിക്കും. ഇത് ഇഡ്ഡലി ആയാലും ദോശയായാലും ഇത് വലിച്ചെടുക്കും ഉള്ളിലോട്ട്. അപ്പം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കറി കിട്ടും. അപ്പോൾ നല്ല എളുപ്പമുള്ള കറിയാണ്. അങ്ങനെ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി 2 ഇഡ്ഡലിയും കുറച്ച് മുളക് കറിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.